ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. നമ്മൾ ഹിന്ദു മതവിശ്വാസ പ്രകാരം നമ്മുടെ ലൈഫിൽ ധനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായിട്ട് നമ്മൾ പൂജിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. അമ്മ ലക്ഷ്മിയെ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് വരും. ലക്ഷ്മി ദേവിയെ ഹരി അല്ലെങ്കിൽ വിഷ്ണു സമേതനായിട്ട് നമ്മൾ പൂജിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൂടുതൽ ധനം വരുന്നതും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ എപ്പോഴും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. ലക്ഷ്മി എന്ന് പറയുന്നത് അബണ്ടൻസിൻ്റെ ദേവിയാണ്, അതായത് ഒരുപാട് ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ദേവിയാണ്. അപ്പം നമ്മളെപ്പോഴും എനിക്കങ്ങനെയില്ല, എനിക്കിതില്ലല്ലോ, ഇത് എൻ്റെ ജീവിതം എന്ത് ഇങ്ങനെയായിപ്പോയേ, എനിക്ക് കുറവാണ്, എനിക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്കൊന്നുമില്ല, എനിക്ക് നല്ലൊരു വീടില്ല, നല്ലൊരു പണമില്ല. നിങ്ങൾ വാടകയ്ക്കാണെങ്കിൽ കൂടി നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് അതിനോട് നന്ദി പറയാം. എപ്പോഴും നിങ്ങൾ കുറവുകൾ പറയാതെ, നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് സംസാരിക്കാതെ, ചിന്തിക്കാതെ നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് നന്ദി പറയാം. നിങ്ങൾ നന്ദി പറയുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലത് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വീടും ആയാലും നമ്മളായാലും വൃത്തിയോടും വെടുപ്പോടും കൂടി നടക്കാം. ലക്ഷ്മി എന്ന് പറയുന്ന ദേവി എപ്പോഴും നല്ല സ്ഥലങ്ങൾ, അതായത് നല്ല വാസമുള്ള സ്ഥലങ്ങളിൽ, നല്ല സുഗന്ധമുള്ള സ്ഥലത്ത് വസിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. നമ്മുടെ വീട്ടിലായാലും നമ്മളുടെ സ്വന്തം ശരീരമായാലും ക്ലീനായിട്ടും ക്ലട്ടർ ഫ്രീ ആയിട്ടും ഒരുപാട് ദുർഗന്ധം വമിക്കുന്നതായിട്ടും ആവാതിരിക്കുക. നമ്മളുടെ വീടിനെ എപ്പോഴും വൃത്തിയായിട്ടും ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ട് ശ്വസിക്കാൻ പോലും, വീടിന് പോലും ശ്വസിക്കാൻ പോലും വായുവില്ലാത്ത ഒരു രീതിയാക്കാതെ, പകരം നമ്മളുടെ വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ വീടിനെ സൂക്ഷിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. പകരം നമ്മളുടെ കൺമുന്നിൽ സങ്കടം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്നവരോ നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം കൂടി നമുക്കും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സെൽഫിഷായിട്ട് ചിന്തിക്കാതെ കുറച്ച് സമയം നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാലാമത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ, നിങ്ങൾ അതിന് ഫുൾ ബഹുമാനത്തോടു കൂടി, ഫുൾ റെസ്പെക്റ്റോടു കൂടി, അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി നിങ്ങളുടെ 100% കോൺസെൻട്രേഷൻ കൊടുത്താണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും തടയാൻ സാധിക്കില്ല. നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തുമായാലും അത് നമ്മളുടെ പാസ്റ്റ് ലൈഫ്, നമ്മളുടെ പാസ്റ്റ് കർമ്മ അതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിമിഷം നല്ല രീതിയിൽ ജീവിക്കുകയും നല്ലത് ചെയ്യുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ അതെപ്പോഴും നല്ല സന്തോഷം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്മി ദേവിയെ വാസം ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല വാക്കുകൾ സംസാരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള, ഒരുപാട് കാര്യങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു എഫേർട്ട് നിങ്ങളെടുക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴും മറ്റുള്ളവർ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ലക്ഷ്മി ദേവി നിലനിൽക്കുന്നതായിട്ട് വരിക. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ, സെൽഫിഷായിട്ടിരിക്കാതെ കുറച്ചൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കും. അവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥത്തോടു കൂടി, ഒരു വിധത്തിലുള്ള ലാഭേച്ഛ കൂടാതെ, മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത, എന്നാൽ നിങ്ങളെ സ്വയം ഹനിക്കാത്ത എന്തും നമുക്ക് ആഗ്രഹിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.